വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് അമേരിക്കൻ സൈന്യം ഒരു റഷ്യൻ എണ്ണക്കപ്പൽ വളയുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ നയതന്ത്ര പോരാട്ടത്തിന് ആ കപ്പൽ കാരണമാകുന്നു. എന്നാൽ ആ കപ്പലിനുള്ളിൽ കുടുങ്ങിപ്പോയ 3 ഇന്ത്യൻ കുടുംബങ്ങളുടെ നെഞ്ചെടുപ്പ് മാറ്റാൻ ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അമേരിക്കൻ പിടിയിലായ ആ 3 ഇന്ത്യക്കാരും ഇപ്പോൾ സ്വതന്ത്രരാണ്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡും സ്പെഷ്യൽ ഫോഴ്സും ചേർന്ന് പിടിച്ചെടുത്ത മാരിനേര എന്ന റഷ്യൻ എണ്ണക്കപ്പലിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ ജീവനക്കാരെയും മോചിപ്പിച്ചു. തിങ്കളാഴ്ചയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഈ ശുഭവാർത്ത സ്ഥിരീകരിച്ചത്. വെനസ്വേലയിലേക്കുള്ള തന്റെ ആദ്യ കടൽ യാത്രക്കിടെ അമേരിക്കൻ പിടിയിലായിട്ടുള്ള റക്ഷിത് ചൗഹാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ് തിരിച്ചെത്തുന്നത്. റഷ്യൻ പതാക വഹിച്ച ഈ കപ്പൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു US നടപടി. എന്നാൽ കപ്പൽ പിടിച്ചെടുത്ത നിമിഷം മുതൽ ഇന്ത്യ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അമേരിക്കൻ അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തിയ ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിനും മോചനത്തിനുമാണ് മുൻഗണന നൽകിയത്. ഇന്ത്യ ചെലുത്തിയ ശക്തമായ നയതന്ത്ര സമ്മർദ്ദത്തിനൊടുവിൽ ഇതര രാജ്യക്കാരായിട്ടുള്ള ജീവനക്കാർക്കൊപ്പം ഇന്ത്യക്കാരെയും വിട്ടയക്കാൻ അമേരിക്ക തീരുമാനിക്കുകയായിരുന്നു. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമേരിക്കയ്ക്ക് എത്തേണ്ടി വന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ കപ്പലിന് സംഭവിച്ചത്? മുമ്പ് ബെല്ല 1 എന്നറിയപ്പെട്ടിരുന്ന മാരിനേര അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ഇറാൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് രഹസ്യമായി എണ്ണ കടത്തുന്ന ഷാഡോ ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പൽ വ്യൂഹത്തിന്റെ ഭാഗമാണെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുകയാണ്. ഐസ്ലാൻഡിന് സമീപം വെച്ച് അതിസാഹസികമായിട്ടാണ് അമേരിക്കൻ സൈന്യം ഈ കപ്പൽ പിടിച്ചെടുത്തത്. ഇതിനെ കടൽ കൊള്ള എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. എന്നാൽ സ്വന്തം ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ സംഗതി ആഗോള രാഷ്ട്രീയ പോരാട്ടമായി മാറി. ഈ വലിയ ശക്തികളുടെ പോരാട്ടത്തിനിടയിലാണ് സാധാരണക്കാരായ 28 ജീവനക്കാർ കുടുങ്ങിയത്. അതിൽ ഉക്രൈൻ സ്വദേശികളും ജോർജിയക്കാരും റഷ്യക്കാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു കപ്പൽ പിടിച്ചെടുക്കലല്ലായിരുന്നു, മറിച്ച് കടലിൽ കുടുങ്ങിയ തങ്ങളുടെ പൗരന്മാരുടെ ജീവന്റെ പ്രശ്നമായിരുന്നു. റക്ഷിത് ചൗഹാനെ പോലെയുള്ളവരുടെ കുടുംബങ്ങൾ ഇന്ത്യൻ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം പാഴായില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും ഉപരോധങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വന്തം ജനതയുടെ സുരക്ഷയ്ക്കായി എത്രത്തോളം സ്വാധീനം ലോകരാഷ്ട്രീയത്തിൽ ചെലുത്താം എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ മോചനം. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കം ഇനിയും തുടർന്നേക്കാം. എന്നാൽ ഈ തർക്കങ്ങൾക്കിടയിൽ പെട്ടുപോയ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നു എന്നത് വലിയ ആശ്വാസം തന്നെയാണ്. ആഗോള വേദിയിൽ ഇന്ത്യയുടെ വാക്കിന് ലഭിക്കുന്ന വിലയും കരുത്തും ഒരിക്കൽ കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.